ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കശുമാങ്ങയുടെ അണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. ഞങ്ങളിവിടെ സാധാരണയായിട്ട് അണ്ടി ചമ്മന്തി എന്നാണ് പറയുക. ഇവിടെ എടുത്തിരിക്കുന്ന കശുമാങ്ങയുടെ അണ്ടി, അതായത് കാഷ്യൂ നട്ട്സ്, നമ്മളിവിടെ വീട്ടിൽ തന്നെ വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ കശുമാവ് ഉള്ളത് കാരണം തന്നെ അതിലുണ്ടായിട്ടുള്ളത് നമ്മൾ വറുത്തെടുത്തിട്ടാണ്. ഇനി അത് തന്നെ വേണമെന്നില്ല, നമുക്കിപ്പോ പുറത്തുനിന്ന് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന അറിയാം. അങ്ങനെ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള കൂടുതലുള്ള സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അണ്ടി ചമ്മന്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരേ റെസിപ്പി വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്, ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ആവശ്യമായിട്ടുള്ള സാധനങ്ങള്: അണ്ടി നമ്മൾ വറുത്തെടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു, അത് വൃത്തിയാക്കിയിട്ട് എടുത്തുള്ള അണ്ടി. 1 കപ്പ് കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളം, 3-4 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം, ഉപ്പ്, വെളുത്തുള്ളി, ചതച്ച മുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയെടുക്കുന്നത്. ഇനി ഇതിനു പുറമെ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ മുകളിൽ 1 ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ വെച്ചിട്ടില്ല, അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് ഇതില് ചെറു ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ചെറിയ ചൂടുവെള്ളം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കശുവണ്ടിയുടെ അണ്ടി നന്നായി ഇപ്പൊ വീട്ടിൽ വറുത്തെടുക്കുന്നതാണെങ്കിൽ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതായിരിക്കണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് വൃത്തിയാക്കിയിട്ടുള്ളതാണ് കിട്ടുന്നത്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി നമ്മളിവിടെ 1 കുടം വെളുത്തുള്ളിയാണ് നന്നാക്കി വെച്ചിരിക്കുന്നത് എടുക്കുന്നത്. ഇത്രയും അണ്ടി ഉള്ളത് കാരണമാണ്. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് മിളകിന്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. നമ്മളിപ്പോൾ ചമ്മന്തിക്ക് പ്രത്യേക അളവൊന്നും ഇല്ല, നമുക്കറിയാലോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, അത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം 3 ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2 രീതി നോക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർക്ക് ഈ ക്രഷ് ചെയ്ത ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ആ ഒരു തരിയോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചമ്മന്തിയാണിത്. നമുക്ക് കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പരിവം ഒരു 2 വട്ടം, ഒരു ഫുള്ളായിട്ട് ഒരു വട്ടം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണ പരിവാണ് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒന്നും കൂടി 2-3 ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പേസ്റ്റ് പോലെ നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണ ഇതാണിത്. ചിലവർക്ക് അപ്പൊ ഈ ഒരു രീതിയാണ് ഇഷ്ടം ഉണ്ടാവുക, ക്രഷ് ചെയ്തതാവില്ല ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് നോക്കിയിട്ട്, രണ്ടിന്റെയും ടേസ്റ്റ് ഒന്നാണ്, പക്ഷെ ഒരു തരി വരുന്നത് മാത്രമാണ് വ്യത്യാസം ഉള്ളത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ കുറച്ചും കൂടി അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായി അത് അടിച്ചെടുക്കുക. ഇതിനും കൂടുതൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ 2 തരത്തിലുള്ളതിന്റെ മുകളിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. എടുത്തിരിക്കുന്നതിന്റെ അളവനുസരിച്ചാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആദ്യത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, രണ്ടാമത്തേല് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുമ്പോഴല്ലേ നമുക്കൊക്കെ ചമ്മന്തിയൊക്കെ ഇഷ്ടമായിട്ട് വരാം. അത് കാരണമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി ഒന്നത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് നന്നായി ഇളക്കി കുഴച്ചെടുക്കുമ്പോഴാണ് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരിക. ഇനി സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുള്ള ചമ്മന്തി, അതായത് കശുമാങ്ങയുടെ അണ്ടി വെച്ചിട്ടുള്ള ചമ്മന്തി റെഡി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലൊക്കെ കാഷ്യൂ നട്ട്സ് ഉള്ള സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.